സ്ട്രെസ് ഫ്രീ മൈൻഡ് കോഴ്സിന്റെ 4ാം ദിവസത്തിലേക്ക് സ്വാഗതം. നമ്മുടെ യാത്രയുടെ പകുതി പിന്നിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്ട്രെസ് കുറയ്ക്കാനും ഊർജ്ജം മാനേജ് ചെയ്യാനും കുട്ടികളെ ശ്രദ്ധയോടെ കേൾക്കാനും പഠിച്ചു. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിനെ കാർന്നു തിന്നുന്ന ഒരു ഭാരമാണ്. അതാണ് മോം ഗിൽറ്റ് അഥവാ അമ്മമാരുടെ കുറ്റബോധം. നമ്മുടെ ഇന്നത്തെ തീം പെർഫെക്റ്റ് മിഥ്യ, നല്ല അമ്മ എന്ന ഭാരം ഒഴിവാക്കി കുറ്റബോധമില്ലാതെ സന്തോഷത്തോടെ ഇരിക്കാൻ പഠിക്കാം. ഒരു വർക്കിംഗ് മോം ആയിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിഷമിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി കൂടുതൽ സമയം കൊടുക്കുന്നില്ലല്ലോ, മറ്റുള്ള അമ്മമാർ എന്നേക്കാൾ നന്നായി എല്ലാം ചെയ്യുന്നില്ലേ, ഞാൻ ഒരു നല്ല അമ്മയല്ല. ഈ ചിന്തകൾ കാരണം നമ്മുടെ സന്തോഷവും ആത്മവിശ്വാസവും കുറയും, സ്ട്രെസ് കൂടും. ഇവിടെ ഒരു ഉപമ ശ്രദ്ധിക്കൂ. നല്ല അമ്മ എന്നത് മാർക്കറ്റിൽ വിൽക്കുന്ന ഒരു പുതിയ മോഡൽ ഫോൺ പോലെയാണ്. സോഷ്യൽ മീഡിയയിലും സിനിമകളിലും നമ്മൾ കാണുന്നത് ഈ പെർഫെക്റ്റ് ഫോണിന്റെ പരസ്യം മാത്രമാണ്. ഈ ഫോൺ ഒരിക്കലും ബാറ്ററി തീരില്ല, ഒരിക്കലും ചൂടാകില്ല, എപ്പോഴും സന്തോഷം മാത്രം. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഫോൺ ഇല്ല, അല്ലേ? എല്ലാവരുടെയും ഫോൺ, അതായത് ജീവിതം, ഇടയ്ക്ക് ചൂടാകും, ബാറ്ററി തീരും, ചിലപ്പോൾ കേടാകും. നമ്മൾ ഈ പരസ്യത്തിലെ പെർഫെക്റ്റ് ഫോൺ ആകാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ മോശമാണ് എന്ന കുറ്റബോധം വരുന്നത്. സത്യം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ജോലിയിലും കരിയറിലും ശ്രദ്ധിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഒരു ശക്തയായ റോൾ മോഡൽ ആവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു സന്തുഷ്ടയായ അമ്മയെയാണ് നൽകുന്നത്. നിങ്ങൾ നല്ല അമ്മ ആകാൻ വേണ്ടി സ്ട്രെസ്ഡ് ആയ ഒരു അമ്മയായി ജീവിക്കരുത്. കുറ്റബോധം മാറ്റാൻ ചെയ്യേണ്ടത്: മിഥ്യ ഒഴിവാക്കുക, പെർഫെക്റ്റ് ആവാനുള്ള ശ്രമം നിർത്തുക, ഇനഫ് ഈസ് ദ ന്യൂ പെർഫെക്റ്റ്, സ്വയം അംഗീകരിക്കുക, നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നിങ്ങളോട് തന്നെ നന്ദി പറയുക. ഇന്നത്തെ പ്രാക്ടീസ് ഇതാണ്: സെൽഫ് കമ്പാഷൻ. കണ്ണാടിയിൽ നോക്കുക, നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ഈ 3 കാര്യങ്ങൾ പറയുക. ഞാൻ എൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്, ഈ ജോലി എളുപ്പമുള്ളതല്ല, എന്നിട്ട് ഞാൻ അതിജീവിക്കുന്നു, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു, എൻ്റെ കുറവുകളോടെ. ഈ പ്രാക്ടീസ് നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടും. ഈ കുറ്റബോധമാകുന്ന ഭാരം ഇറക്കി വെച്ചാൽ നിങ്ങളുടെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാനും വീട്ടിൽ കൂടുതൽ സന്തോഷത്തോടെ ഇരിക്കാനും സാധിക്കും. ഓർക്കുക, നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടത് സ്ട്രെസ് ഇല്ലാത്ത സന്തോഷമുള്ള നിങ്ങളെയാണ്. നാളെ നമ്മൾ ക്വിക്ക് റീചാർജ് എന്ന വിഷയത്തിലേക്ക് കടക്കും. തിരക്കിനിടയിൽ 5 മിനിറ്റ് മീ ടൈം കണ്ടെത്താൻ പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.